കുതിരകളാണ് ഉണ്ടാവുന്നത്. 8 കുതിരകൾ. അതും ഈ വേറൊരു അമ്പലത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, ഇത് കുതിരകളോട് മറ്റാട്, മണലിത്ര, കരുമത്ര, വിരുപ്പാക്കം, മംഗലം, പിന്നെ ദേശത്തിന്റെ ഒരു കുതിര. കറക്റ്റ് ടൈമിൽ നമ്മൾ വന്നത് കേട്ടാ. നോക്ക്, ഉത്രാളിക്കാവ് അമ്പലം, നേരത്തെ പറഞ്ഞ റെയിൽപാളം, അതിന്റെ ബാക്കിൽ കൂടെ ഏത് വണ്ടിയാണ് പോകുന്നത്? വന്ദേ ഭാരത് പോകുന്ന വഴിയാണ്. ഈ ഒരു കുതിരാൻ മല ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളോട് കയറിയത്. പിന്നെ എനിക്കും കാണണമെന്നുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കോളേജ് പഠിക്കുമ്പം ഈ വഴി പോയിട്ടുള്ളതാ. പിന്നെ ടണൽ പണിതതിന് ശേഷം, ടണൽ പണിയുമ്പോഴും ഈ വഴിക്ക് ആർക്കും എൻട്രി ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇതിന്റെ മേലേക്ക് കയറണമെങ്കിൽ പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്ന് പോകുന്ന സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡ് റൂട്ടിൽ കൂടെ ഉള്ളിലേക്ക് പോകണം. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കണ്ടോ. തൃശ്ശൂരുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റൗണ്ട് ട്രിപ്പാണ് ഇപ്രാവശ്യത്തെ. അതായത് ടൗണിൽ നിന്ന് നമ്മൾ നേരെ ചുവന്നമണ്ണ് എത്തും. ചുവന്നമണ്ണ് അക്വാഡക്റ്റും കണ്ട് നേരെ കുതിരാൻ മലയുടെ താഴെയുള്ള മുരുകന്റെ അമ്പലവും കണ്ട് നേരെ ഉത്രാളിക്കാവിലേക്ക് പോകും. ഉത്രാളിക്കാവും ടച്ച് ചെയ്ത് നമ്മൾ നേരെ മച്ചാട് മാമാങ്കം അത് നടക്കുന്ന അമ്പലത്തിലേക്കും വരും. അവിടെ നിന്ന് നേരെ നമ്മൾ വരുന്നത് വട്ടായി വാട്ടർഫോൾസ് ആണ്. അതും കണ്ടിട്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് തന്നെ തിരിച്ചു വരും. അപ്പം ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ട്രിപ്പായിരിക്കും ഇത്. അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 1 ഡേ ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ട്രിപ്പായിരിക്കും. എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഹലോ ഗായ്സ്, അതെ ഇന്നൊരു മുടക്ക ദിവസമായതുകൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കില്ലേ, അപ്പോൾ ചുമ്മാ ഒന്ന് ഒരു ദിവസം രാവിലെ, ഇതിപ്പോൾ സമയം ഒരു 7:30 ആ സമയമായിട്ടുണ്ട്, ഒരു റൗണ്ട് ട്രിപ്പ്. ഞാൻ മാപ്പ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ റൗണ്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നേരെ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് തന്നെ. അപ്പം അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, ഞാൻ വേറെ ആരും ഇല്ല വണ്ടിയിൽ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗായിരിക്കും. എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കില്ല, അപ്പോൾ പിന്നെ ഇറങ്ങി ചെറിയൊരു ട്രിപ്പൊക്കെ പോകുന്ന വിചാരിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നേരെ കുതിരാൻ ടണൽ കഴിഞ്ഞിട്ട് അവിടെ കുതിരാൻ ഒരു ടെമ്പിളുണ്ട്. പണ്ട് ഈ വഴി പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പം മനസ്സിലാവുമായിരിക്കും ആ ഒരു ടെമ്പിൾ ഏതാന്നുള്ളത്. ഇവിടെ നിന്ന് നേരെ പാലക്കാട് പോകുന്ന വഴി കുതിരാൻ മല കയറി പോകുന്ന സമയം, അന്ന് മറ്റേ ടണലൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പോലെ. കുതിരാൻ മല കയറി പോകുന്ന ആ ഒരു സമയത്ത് ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോൾ നമ്മൾ ബസ്സിലാണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു അമ്പലമുണ്ട്, കുതിരാൻ ശാസ്താവിൻ്റെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലമൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ എളനാട് വഴി അല്ലച്ചിറ, ഉത്രാളിക്കാവ് അമ്പലം അങ്ങനെ റൗണ്ട് അടിച്ച് വരാനുള്ള പരിപാടിയാണ്. ഇന്ന് പിന്നെ മുടക്കായതുകൊണ്ട് നല്ല ട്രാഫിക് കുറവുണ്ട്. സീനിക് റൂട്ടാണ്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ട് വലിയ തിരക്ക് കാണാനില്ല. റോഡായാലും അടിപൊളി, റോഡിലാരുമില്ല. അപ്പം സുഖമായിട്ട് പോയി വരാം. ഇത് ഒരു 1 ഡേ ട്രിപ്പായിട്ടിട്ട്. അപ്പം പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ വഴി തന്നെ പിടിക്കാം. ഞാൻ പറഞ്ഞില്ല, മാപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. പക്ഷേ ഈ ലൊക്കേഷൻസ് വെച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും തൃശ്ശൂരുള്ളവരാണെങ്കിൽ തൃശ്ശൂർ ടൗണിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ ഈ ഒരു ട്രിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളെ ഈ പറഞ്ഞ പോലെ പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴേ ചുവന്നമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്തുമ്പോൾ അവിടെ ഒരു പാലം പോലെ പോണ കാണാം. അത് ആക്ച്വലി പാലമല്ല, അത് വാട്ടർ ഡക്റ്റാണ്, എക്വാഡക്റ്റാണ്. അപ്പോൾ ആ സാധനത്തിൻ്റെ മേലേക്ക് കയറണമെന്ന് ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. ഞാൻ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഞാൻ മണ്ണുത്തിയിലാണ് പഠിച്ചത്. അപ്പം മണ്ണുത്തി ഡോൺ ബോസ്കോയിലാണ് പഠിച്ചത്. പാലക്കാടൊക്കെ പോകുമ്പം ഈ വഴിയാണ് പോകുന്നത്. നമ്മൾ പാലക്കാട് റൂട്ട് പോകുമ്പോൾ കാണുന്ന ഒരു വാട്ടർ ഡക്റ്റ് ഇല്ലേ, അവിടെയാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ എക്വാഡക്റ്റ്. ഇത് നമ്മുടെ NH കുറുകയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ താഴെ നിന്നുള്ളൊരു വിഷ്വലും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് NH കുറുകയാണ് ഇത് സ്ഥലം വന്നിട്ടുള്ളത്. ഇത് വെള്ളം പോകുന്ന ഒരു ഡക്റ്റ്, മനസ്സിലായില്ലേ? പണ്ട് തൊട്ടേ എപ്പോഴാണ് ഇതിൻ്റെ ഇയറൊന്നും എനിക്ക് ഓർമ്മയില്ല. പണ്ട് തൊട്ടേ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഈ വഴി പോകുമ്പോൾ. അപ്പം അന്ന് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് ഏതൊരു മലയുടെ മേലെ നിന്ന് വെള്ളം എത്തിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളിയല്ലേ? ഇത് വെള്ളം പോകുന്ന ടൈം എപ്പോഴാണാവോ അതെനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇപ്പം സംഭവം ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുക, ഇപ്പം ലോക്ക് ചെയ്തിട്ടിരിക്കുക. കണ്ടോ, ഇവിടെ ലോക്ക്ഡൗൺ. ശരിക്കും അതിൻ്റെ മേലേക്ക് നമുക്ക് നടക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഒന്ന് സുരക്ഷ നോക്കിയിട്ടായിരിക്കും അതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഉണ്ടാവും. അടിപൊളിയല്ലേ? ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം.
കണ്ട അതിൽ നിന്നുള്ള വെള്ളം ഇതികൂടെ വന്ന് ഇങ്ങനെ ഒരു കനാല് പോലെ ഇറിഗേഷൻ പർപ്പസിനായിരിക്കണം പോകുന്നുണ്ട്. കണ്ട ഇതിന്റെ മേലേക്ക് എങ്ങനെ വരാന്നുള്ള ഡൗട്ട് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സാധനത്തിന്റെ മേലേക്ക് എങ്ങനെ വരാന്നുള്ളത്. കാരണം നമ്മൾ പോകുമ്പോൾ ഒരു പാലം പോണ പോലെ കാണുന്നുള്ളൂ. ഇതിന്റെ എൻട്രൻസോ എക്സിറ്റോ എവിടെയൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് എത്തണം. ഇനി കുറച്ച് ദൂരമുണ്ട്, യാത്ര ചെയ്യാൻ കുറച്ചുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ സൈഡ് വ്യൂ വരുന്നത്. കണ്ട താഴെക്കൂടെ വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ പാലം. പാലമല്ല, അക്വാഡക്റ്റ്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വ്യൂ. കണ്ടോ, ഇതാണ് ചുവന്ന മണ്ണ് അക്വാഡക്റ്റ്. കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പീച്ചി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, അടിപൊളിയല്ലേ? നമുക്ക് ഇതിൻ്റെ മേലേക്ക് കയറണമെങ്കിൽ പാലക്കാട് നിന്നും തൃശ്ശൂർക്ക് പോകുന്ന സൈഡിൽ NHൻ്റെ പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്ന് പോകുന്ന സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡ് റോട്ടിൽ കൂടെ ഉള്ളിലേക്ക് പോകണം. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. കണ്ടോ, ഈ റോട്ടിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുക്കുക. കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലേക്ക് കയറാനുള്ളൊരു വഴി കാണാൻ പറ്റും. ചെറിയൊരു മണ്ണിട്ട വഴി കാണാൻ പറ്റും. അതിൻ്റെ മേലെ കൂടെ കയറി. ഇന്നിപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അല്ലാത്ത തുറക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ മേലെ കയറി ഇതിൻ്റെ മേലേക്ക് പോവാം. കുതിരാൻ മല കയറി തുടങ്ങി മക്കളെ. മലയല്ല, ആക്ച്വലി ടണലിലേക്കുള്ള വഴിയാണ്. പണ്ട് നമ്മളെല്ലാവരും പാലക്കാട്ടേക്കൊക്കെ പോകുമ്പം എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ആ ഒരു മലയൊന്ന് കയറി കിട്ടാനായിട്ട്. ടണലെത്തി. ഇനി കുറച്ചു നേരം ടണലിനകത്തൂടെ. ഇതൊന്ന് പണിത് കിട്ടാൻ വേണ്ടി കഴിച്ച പാട് എൻ്റെ അമ്മോ. ഞാനൊക്കെ കോളേജിൽ പോകുന്ന ടൈം ഈ വഴിയെ പോവാ. കോയമ്പത്തൂരിലാണ് ഞാൻ പഠിച്ചത്. പാലക്കാട് പോകണമെങ്കിൽ എന്ത് കഷ്ടപ്പാടായിരുന്നു. ബ്ലോക്കും, ലോറികൾ, ഹെവി ലോറികൾ കയറാൻ പറ്റാതെ നിൽക്കലും, ചെറിയ റോഡും, എന്തൊക്കെ കഷ്ടപ്പാടുകളായിരുന്നു. ഈ ഒരു ടണൽ വന്നോടുകൂടി ആ ഒരു ദുരിതം മാറി കിട്ടി. പക്ഷേ ടണൽ വന്നോടുകൂടി മങ്ങിപ്പോയ ഒരു കാഴ്ചയും കൂടി ഉണ്ട്. അതാണ് ഇതിൻ്റെ പഴയ റോഡ്. കുതിരാനിലേക്ക് പോകാനുള്ള പഴയ റോഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അവിടെ ഇപ്പം വണ്ടികളൊന്നും പോകുന്നില്ല. പക്ഷേ കാടൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പം കാട് പിടിച്ച് ആകെ എന്താ പറയുക, യാത്രയില്ലാത്ത കാരണം, ഇവിടെ യാത്രയില്ലാത്ത കാരണം കാട് പിടിച്ച് കിടക്കുക. അപ്പോൾ ഇവിടെ കുതിരാനിലുള്ള ശാസ്താവിൻ്റെ അമ്പലം കാണണമെങ്കിലും അല്ലെങ്കിൽ ആ പഴയ റോഡ് അത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു U-ടേൺ എടുക്കണം. U-ടേൺ അല്ല, ഈ സൈഡിൽ കാണുന്ന സർവീസ് റോഡില്ലേ, ആ വഴി വേണം നമ്മുടെ പഴയ റോഡിലേക്ക് പോകാനായിട്ട്. നമ്മളിപ്പോൾ ആ വഴിക്ക് എടുത്തു കേട്ടോ. ടാർ ചെയ്തിട്ട റോഡൊന്നുമില്ല, മെറ്റലാണ് ഫുള്ള്. കാണുന്നില്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇത് തന്നെയാന്ന് തോന്നുന്നു. ഇതല്ലേ? ഇത് തന്നെയാണ്. കണ്ടോ, പഴയ റോഡാണ് ആ കാണുന്നത്. പഴയ റോഡിലെത്തിക്കണം. ഇവിടെ എത്തിയപ്പം കിടിലൻ റോഡായല്ലോ. പിന്നെയും പഴയ നമ്മുടെ NH പോലൊക്കെ തന്നെയുണ്ട് റോഡിന്റെ കണ്ടീഷൻ. കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ അമ്പലത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ വെച്ചിട്ടുണ്ട്. ഇത് റീടാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ റോഡുണ്ട്. ആ ഒരു തുടക്കത്തിലുള്ള ഒരു മെറ്റലിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല റോഡാണ്. നോക്കട്ടെ. റോഡൊന്നൊരു മോശമല്ല കേട്ടോ. റോഡൊക്കെ നല്ലത്. ഇവിടെ എനിക്ക് തോന്നുന്നു വീടുകളൊക്കെ ഉള്ള കാരണം റോഡങ്ങനെ മോശമാക്കി ഇടാൻ വഴിയില്ല. നമ്മുടെ പഴയ കുതിരാൻ മല കയറുന്ന ആ ഒരു റോഡാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നേ, നൊസ്റ്റാൾജിയ. ഇവിടെ പണ്ട് ട്രക്കുകളൊക്കെ നിർത്തിയിട്ടിട്ട് ചായ കുടിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടാ, അവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ നിന്ന് ട്രക്കുകളൊക്കെ നിർത്തി ചായ കുടിക്കാറുണ്ട് ഈ സ്ഥലത്ത് നിന്ന്. എന്താ, ആ സ്ഥലമാണ് ആ കഴിഞ്ഞത്. പണ്ട് എന്തോരം ക്യൂല് കിടന്നിരുന്ന റോഡാണെന്നറിയോ. വണ്ടിയിൽ വരുമ്പം കയറ്റം കയറാൻ പറ്റാണ്ട് വഴിയിൽ കിടക്കുന്ന ലോറികളും
പിന്നെ ഹെവി വെഹിക്കിൾസിന് കയറ്റം കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞു റോഡിൽ വണ്ടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാടന്നെ. ഇവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഞാൻ പണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ബസ്സിലൊക്കെ പോകുമ്പം മാന്, പിന്നെ മുയല്, അങ്ങനെയുള്ള കുഞ്ഞു ജീവികളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നമ്മള് അമ്പലത്തിന്റെ അവിടേക്ക് എത്തി. കുതിരാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമ്മൾ എത്തി. ഈ ഒരു അമ്പലമാണ് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പം കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അവിടേക്ക് നമ്മൾ അതിൻ്റെ അവസ്ഥ ഇപ്പം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അമ്പലത്തിൽ ഇപ്പം പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ലൈവാണ്. കുറച്ചുകൂടി ഭംഗി വെച്ചോന്നൊരു ഡൗട്ട് ഈ കാടൊക്കെ വന്നപ്പം. പണ്ട് തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചി ഭാഗത്തുനിന്ന് പാലക്കാട്ടേക്കോ തമിഴ്നാട്ടിലേക്കോ പോകുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഒരു ചോദ്യം കുതിരാനിൽ കുരുക്ക് കിട്ടുമോ എന്നായിരുന്നു. കാരണം അന്ന് ഈ ടണൽ നമുക്ക് ഉള്ള പോലെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അതുവഴി പോകുന്ന റോഡായാലും വളരെ ചെറുതായിരുന്നു. അതുകൂടാതെ ചരക്ക് ലോറികളും ബസ്സുകളും ഒക്കെ കൂടെ ആ വഴി കൂടെ പോകുമ്പം അതൊരു വല്ലാത്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ശാസ്താവിന്റെ അമ്പലം വരുന്നത്, കുതിരാൻമല ധർമ്മശാസ്ത്ര അമ്പലം. ഈ ഒരു അമ്പലത്തിന് പിന്നില് കുറെ കഥകളുണ്ട്. പരശുരാമൻ സ്ഥാപിച്ച 108 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്ര കുതിരാനിലെ ഉള്ള ഈ ശാസ്താവിന്റെ അമ്പലം. പിന്നെ ഈ പേര് കിട്ടാൻ കാരണം എന്താന്ന് വെച്ചാൽ അതിനും കഥകളുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന പ്രതിഷ്ഠയായതിനാലാണ് ഇതിന് കുതിരാൻ എന്നുള്ള പേര് വന്നതെന്നും, പിന്നെ കൊച്ചി രാജാവിന്റെ കുതിരയ്ക്ക് ഈ ഒരു മല കയറാൻ കഴിയാത്തതിനാലാണ് കുതിര കയറാ മല എന്നുള്ള പേര് പിന്നീട് കുതിരാൻ മല എന്നും പറയപ്പെടുന്നുണ്ട്. ശബരിമല അയ്യപ്പന്മാരുടെ മെയിൻ ഒരു സ്റ്റോപ്പും കൂടിയാണ് ഇവിടെ. അവരിവിടെ വന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പോ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ വാഹനത്തിൽ പോകുമ്പോൾ തന്നെ ഭക്തര് കാണിക്കയായിട്ട് കോയിനും പൈസയും ഒക്കെ പുറത്തേക്ക് ഇടാറുണ്ട്. അതായത് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക്, ഭണ്ഡാരത്തിന്റെ അടുത്തേക്കായിട്ട് ഇടാറുണ്ട്. ഈ മുരുകന്റെ ടെമ്പിൾ കാണുമ്പോഴേ, ടെമ്പിളില്ല, ഈ മുരുകന്റെ സ്റ്റാച്യു കാണുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ ഒരു പഴയ വീഡിയോയിൽ ഇതുപോലത്തെ തന്നെ ഒരു മുരുകനെ കാണിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ മലേഷ്യയിൽ പോയപ്പം ബാട്ടു കേവ്സിൻ്റെ ഫ്രണ്ടിൽ ഇതിനേക്കാൾ വലിയൊരു മുരുകൻ്റെ സ്റ്റാച്യു ഉണ്ടായിരുന്നു. അതേ സ്റ്റാച്യു തന്നെ ഡിറ്റോ, കുറച്ചുകൂടി ചെറുത്. ഇവിടെ കണ്ടോ കിരാതമൂർത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അത് നമ്മളിപ്പം ഇങ്ങനെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. പണ്ടൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുള്ള കാര്യം. ഇവിടെ കേരള ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡും കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ അമ്പലം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പഴയ തൃശ്ശൂർക്ക് പോകുന്ന റൂട്ട്. അതെനിക്ക് തോന്നുന്നു അവിടെ വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ടേക്ക് പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതാണ് കുതിരാൻ മലയും പിന്നെ കുതിരാൻ അമ്പലവും, ധർമ്മശാസ്താവിൻ്റെ അമ്പലം. പണ്ട് കൊച്ചി രാജാവ് കുതിരയിൽ വരുമായിരുന്നു ഇത്ര ഈ ഒരു വഴി. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്തോ അദ്ദേഹത്തിന് എന്തോ ദൈവിക അനുഭവം അങ്ങനെ എന്തോ ഉണ്ടായി. എന്നിട്ട് കുതിര അവിടെ വഴിയിൽ വെച്ച് നിന്നു. പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് അത് നോക്കിയപ്പം ഇവിടെ എന്തോ ശാസ്താവിൻ്റെ ശക്തി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. ഇങ്ങനെയൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് കേട്ടോ. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പം കുതിരയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു, കടക്കാൻ പറ്റാത്ത ഒരു മല എന്നുള്ള പേരിലാണ് കുതിരകേറ മല എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. അപ്പോൾ കുതിരകേറ മലയാണ് പിന്നീട് കുതിരാൻ മലയായിട്ട് മാറിയത്. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. എന്തെങ്കിലും തെറ്റണമെങ്കിൽ തിരുത്തണം കേട്ടോ. ഞാനിത് നെറ്റിൽ നോക്കിയിട്ട് ഞാൻ കണ്ട ഒരു കാര്യമാണ്. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത്രയും നാൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നുള്ളത്. പക്ഷെ കുതിരാൻ മല എന്നുള്ള പേര് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുള്ള പേരാണെന്ന് അറിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ പേര് വന്നു എന്നുള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനൊരു കഥ എൻ്റെ ബാക്കിലുണ്ട്. സത്യമാണോ ഉള്ളതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. ഈ ലൊക്കേഷൻ അടിപൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി ആ ട്രാഫിക് പോയതിന് ശേഷം, ആ ഒരു റോഡ് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഈ സ്ഥലത്തിന് കുറച്ചുകൂടി ഭംഗി വന്നിട്ടുണ്ട്. പച്ചപ്പും ഹരിതാപമൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു അമ്പലത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമായി മാറിയപ്പോൾ അവിടെ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളവും വണ്ടികളുടെ സൗണ്ടും പിന്നെ കച്ചവടക്കാർ, അങ്ങനെ നല്ല തിരക്കുള്ളൊരു വഴിയായിരുന്നു ഇത്.
ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന ടൈം ഈ വഴിയാണ് നമ്മുടെ മെയിൻ വഴി. പാലക്കാട് പോകാനും കോയമ്പത്തൂർ പോകാനും ഒക്കെ മെയിൻ വഴി നമ്മൾ തൃശ്ശൂരുകാർക്ക് ഈ വഴിയാണ്. അപ്പം പാലക്കാട്ടുകാർക്കായാലും തൃശ്ശൂർക്ക് എന്തെങ്കിലും കാര്യത്തിന് വരണമെങ്കിലോ ഗുരുവായൂർ പോകുന്നെങ്കിലോ ഒക്കെ ഈ ഒരു വഴിയാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു വഴി ഇപ്പം ഭയങ്കര ശാന്തമായി കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെയാണ് കേട്ടോ ഈ ഡിസ്റ്റർബൻസ്. ആ മരത്തിൻ്റെ മുകളിൽ ഫുള്ള് കുരങ്ങന്മാരാ. അത്രയും കുരങ്ങന്മാരൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാവുന്നവർ മാത്രമേ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടായിരുന്നു ഇവിടെ. അപ്പം അവർ പാലക്കാട് നിന്നുള്ളവരാണ്, വടക്കഞ്ചേരി എന്നുള്ളവരാണ്. അപ്പോൾ അവരായാലും ഈ ഒരു അമ്പലം കാണാൻ വേണ്ടി മാത്രം അവിടേക്ക് വന്നിട്ടുള്ളതാണ് ഫാമിലിയായിട്ട്. അപ്പം കണ്ടോ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. നമുക്ക് കേട്ടാ ആ ഒരു കിളികളുടെ ഒച്ചയും പിന്നെ കുരങ്ങന്മാർ ശല്യം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഒച്ചയും മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ ഇപ്പം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കുതിരാൻ അമ്പലം, കുതിരാൻ മല. പണ്ടത്തെ ഫേമസ് ആയിരുന്ന കുതിരാൻ മല ടണൽ വന്നതിന് ശേഷം ശാന്ത സുന്ദരമായ കുതിരാൻ മല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പം പോകുന്ന വഴിയാണ് ഈ ഒരു കുതിരാൻ മല ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ കയറിയത്. പിന്നെ എനിക്കും കാണണമെന്നുണ്ടായിരുന്നു, കുറേ നാളായിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പണ്ട് കോളേജ് പഠിക്കുമ്പം ഈ വഴി പോയിട്ടുള്ളതാണ്. പിന്നെ ടണൽ പണിതതിന് ശേഷം ടണൽ പണിയുമ്പോഴും ഈ വഴിക്ക് ആർക്കും എൻട്രി ഉണ്ടായിരുന്നില്ല. ടണൽ പണിതതിന് ശേഷവും ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് മുടക്കായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാമെന്ന് വെച്ചു. സന്തോഷമായി. നമ്മുടെ ഒരു ഇരുമ്പ് പാലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പോകുന്ന വഴി ഒരു ഇരുമ്പ് പാലമുണ്ട്. ആ ഇരുമ്പ് പാലമാണ് ആക്ച്വലി ഇത് ഈ മലയുടെ അപ്പുറത്ത് പോകുന്ന ഒരു നദിയുടെ കുറുകെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാലം എപ്പോഴും നമ്മൾ രാവിലെയും വൈകുന്നേരം ആയാലും ആ പാലത്തിൻ്റെ മേലെ എപ്പോഴും ട്രാഫിക് ആയിരിക്കും. കുഞ്ഞു പാലമാണ്, ഇത്രയും കുറച്ച് ഈ ഒരു റോഡിൻ്റെ അത്ര വീതി പോലും ഇല്ല ആ പാലത്തിന്. പാലമല്ലേ, അപ്പം കുഞ്ഞു പാലമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പം ഭയങ്കര തിരക്കായിരിക്കും. കുപ്പിക്കഴുത്ത് സെറ്റപ്പാണ്. കുറേ വണ്ടികളൊക്കെ കൂടെ വന്ന് എൻ്റെ മേലെ സ്റ്റക്കാവുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ പാലം കൂടി ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഈ വഴിയാണ് നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്ന സൈഡാണ് കേട്ടത്. ഞാനിപ്പം മലയുടെ അവിടെ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു റൂട്ടിലൊക്കെ പണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു തിരിവ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ ഇരുമ്പ് പാലം വരുന്നത്. അപ്പം ഇത്രയും തിരക്കുള്ള എൻ്റെ അമ്മമാരൊക്കെ മുറിച്ചിട്ടുണ്ടല്ലോ വഴിയിൽ, പട്ടിക്കുട്ടി ഉണ്ടല്ലോ വഴിയിൽ. പോടാ ഈ വഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ NH പോകുന്നുണ്ട് സൈഡിൽ. കണ്ടോ, ഇതാണ് നമ്മുടെ ഇരുമ്പ് പാലം. കണ്ടോ, അവിടെ മെയിൻ NH ഈ പാലമാണ് പണ്ടത്തെ നമ്മുടെ ഇരുമ്പ് പാലം. പിന്നെ മുകളിൽ എപ്പോഴും തിരക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ കൈവരികളൊക്കെ കണ്ടോ, ഇതിൻ്റെ കൈവരികളായാലും ഭയങ്കര ഒരു സുരക്ഷയില്ലാത്ത ടൈപ്പ് കൈവരികളായിരുന്നു. അത് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടികൾ ഇടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം ഇതാണ് ഇരുമ്പ് പാലം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ മെയിൻ യാത്ര തുടരാം. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പതുക്കെ നമ്മുടെ റൂട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ റൂട്ട് നേരെ വടക്കഞ്ചേരി വരെ പോകണം നമുക്ക്. ഓക്കെ, റൗണ്ട് ട്രിപ്പാണ്, നേരെ പാലക്കാട്ടേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിന് ഇടയ്ക്ക് വെച്ച് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് എളനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ ഒരു പാൽ ഫാക്ടറി ഒക്കെ ഉണ്ട്, എളനാട് മിൽക്സ് കേട്ടിട്ടില്ലേ? അപ്പം ഇവിടെ തൃശ്ശൂരൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു മിൽക്ക് കമ്പനിയാണ് എളനാട്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ തിരിയേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്. അപ്പോൾ ആ ടേൺ എടുത്തിട്ടാണ് നമ്മൾ എളനാട് പോകുന്നത്. കണ്ടോ, ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഈ വഴി നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകും. ഇത് എളനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ എളനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെയൊക്കെ ഫേമസ് ആവാൻ കാരണം ഇവിടെ ഒരു മിൽക്ക് ഫാക്ടറി വന്നിട്ടുണ്ട്. എളനാട് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മിൽക്ക് ഫാക്ടറി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ എളനാട് എന്നുള്ള ഈ സ്ഥലം ഇത്രയും ഫേമസ് ആവാൻ കാരണം. അപ്പോൾ നമ്മൾ കുതിരാൻമലയൊക്കെ കഴിഞ്ഞ് നേരെ എളനാട് വഴി നമ്മൾ തൃശ്ശൂർക്ക് പോകാനുള്ളൊരു പരിപാടിയാണ്. ഒരു റൗണ്ട് ട്രിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എളനാട് എന്നുള്ള ഈ ഒരു ഗ്രാമത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടാ, എളനാട് എത്തി. ഇതാണ് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ്. ഫാക്ടറി എൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വരിക. അപ്പോൾ ഇന്നിപ്പം മുടക്കായതുകൊണ്ട് ഓഫീസേഴ്സ് ആരും ഇല്ല. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പെർമിഷൻ ഇല്ലെന്നാണ് പറഞ്ഞത്.
ഈ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് പാല്, ഐസ്ക്രീം, അങ്ങനെയുള്ള മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, ഇളനാട് ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്രാമം ഫേമസ് ആവാൻ കാരണം ഈ ഒരു ഫാക്ടറി വന്നതാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്കിപ്പോൾ ഒന്നും കാണാനുള്ള ഒരു നിർവാഹം ഇല്ല. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും മേടിച്ചിട്ട് ഇവിടെ പാല്, തൈര്, ഐസ്ക്രീം അതൊക്കെ കിട്ടും. അതൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആ കാണുന്നതല്ലേ ചേട്ടാ? ആ കാണുന്നതല്ലേ? അതാണ് ഫാക്ടറി. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ലോറിയൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. അതിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പറഞ്ഞാൽ ഓൾ കേരള ഉണ്ടെന്നാണ് പറഞ്ഞേട്ടാ. എങ്കിൽ ഓൾ കേരള ഇൻ ദ സെൻസ് മറ്റേ കാസർഗോഡ് അടിക്കുന്നുണ്ടാവില്ല, തൃശ്ശൂർ ചുറ്റുമുള്ള മെയിൻ ഡിസ്ട്രിക്ട്സിലേക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നാണ് പാല് വരുന്നത്. അപ്പോൾ ഇവരിവിടെ പ്രോസസ്സ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് പരിപാടി. അപ്പം ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം. ലോഡിനുള്ള വണ്ടി ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാലൊക്കെ മേടിച്ചു ഇവിടുന്ന് ഇളനാടിൻ്റെ. അല്ല സെറ്റ് രണ്ടും കൂടെ എത്രയാ? 25ഉം 23ഉം 50 സംതിങ് ആയി. ഓക്കെ, ബാക്ക് ടു അവർ ജേണി. ഓക്കെ, അപ്പം നമ്മളിതാ ഇളനാട് ഫാക്ടറിയൊക്കെ കണ്ട്, മിൽക്ക് ഫാക്ടറിയൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ റൂട്ട് ആ വഴി ആയതുകൊണ്ട് ചേലക്കര ടച്ച് ചെയ്ത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലം കേട്ടിട്ടില്ലേ? ഫേമസ് വെടിക്കെട്ട് ഉത്രാളിക്കാവ്. ആ ഒരു പാടത്തിൻ്റെ ഒക്കെ നടുക്കുള്ള ഒരു അമ്പലം, ബാക്കി കൂടെ റെയിൽവേ ട്രാക്കൊക്കെ പോകുന്ന ഒരു അമ്പലമുണ്ട്. സീനിക് ബ്യൂട്ടിയാണ്. അപ്പം അത് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത്. അപ്പം ഇതിപ്പം നമ്മൾ ചേലക്കരയ്ക്ക്, നേരെ ചേലക്കരയ്ക്ക്. നല്ല സീനിക് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഭയങ്കര ഒരു ഗ്രാമീണ ഭംഗി ഒക്കെ ഉള്ള ഒരു സ്ഥലം. സൈഡിൽ മുഴുവൻ പച്ചപ്പും. ഇവിടെ കുറച്ച് മുന്നേ റബ്ബർ കൃഷിയായിരുന്നു സൈഡിൽ. ഇപ്പം മുഴുവൻ കവുങ്ങാണ് കേട്ടോ. ഫുള്ള് കവുങ്ങാണ്. ഇവിടെ കുഞ്ഞു റോഡ്, തൊട്ടപ്പുറത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അടിപൊളി സീനിക് ആയിട്ടുള്ളൊരു റൂട്ട്. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇവിടെ എത്ര വരെ. ഇതാ റബ്ബർ കൃഷി തുടങ്ങി കണ്ട, ഇപ്പുറത്ത് റബ്ബർ. അപ്പം ഇതുപോലെയുള്ള റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കുറച്ച് ദൂരം നമ്മൾ പോവുക. അങ്ങനെ നമ്മളിത് ചേലക്കര എത്തിട്ടോ. നമ്മൾ ഇപ്പോഴത്തെ ഇളനാട് കഴിഞ്ഞ് ചേലക്കര എത്തി. ഇനി നമ്മൾ ഉത്രാളിക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലമില്ലേ ഫേമസ്, അമ്പലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങോട്ടേക്കുള്ള റൂട്ടാണ് എടുത്തത്. ഇപ്പോൾ ഈ ഒരു ജംഗ്ഷൻ മേപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജംഗ്ഷനിൽ ഞാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ്. മേപ്പാട് ജംഗ്ഷനിൽ മേപ്പാടം എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. തിരക്കില്ല ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ചേലക്കരയിൽ നിന്ന് നേരെ ഉത്രാളിക്കാവ് പോവാം. ഓക്കെ, ഈ ഒരു വഴി ഞാൻ പണ്ടെപ്പോഴോ ഈ വഴി പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. അടിപൊളി റോഡാണ്, കോൺക്രീറ്റാണ്, ഫുള്ള് കോൺക്രീറ്റ് റോഡാണ്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ വടക്കഞ്ചേരി എത്തും. നമ്മുടെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം. അങ്ങനെ നമ്മൾ കുതിരാനിൽ സ്റ്റാർട്ട് ചെയ്ത് ഇളനാട് വഴി ചേലക്കര കണ്ട് പിന്നെ നമ്മൾ വാഴക്കോട് ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ വടക്കാഞ്ചേരി NH, തൃശ്ശൂർ വടക്കാഞ്ചേരി NHൽ കയറി. എന്നിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നതാണ് ഉത്രാളിക്കാവ്, ഫേമസ് ഉത്രാളിക്കാവ് അമ്പലം. ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് ഇതാണ് ഉത്രാളിക്കാവ് അമ്പലം. നേരത്തെ പറഞ്ഞ പോലെ കണ്ട ഈ ഒരു പാടത്തിൻ്റെ നടുക്കിലായിട്ടാണ് ഈ അമ്പലം വരുന്നത്. കണ്ട കുറേ മൂവീസിലൊക്കെ ഈ അമ്പലം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പാടത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതിലൂടെ പോകുന്നത് ആക്ച്വലി റെയിൽവേ ട്രാക്കാണ് ഈ പോകുന്നത്. കണ്ടോ, ഇത് റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ, ഷൊർണൂർ റൂട്ടിലൊക്കെ പോകുമ്പം ഈ ഒരു റെയിൽവേ ട്രാക്കിൽ കൂടെയാണ് നമ്മൾ ട്രെയിനിൽ പോവുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലം. ഈ അമ്പലം ആക്ച്വലി വരുന്നത് കണ്ടോ, ഇതാണ് NH. ഇത് നമ്മുടെ തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഉത്രാളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം എത്തുമ്പം തൃശ്ശൂരിൽ നിന്ന് വരുമ്പം റൈറ്റ് സൈഡിൽ ആയിട്ടാണ് ഇത് വരുന്നത്, ഈ അമ്പലം വരുന്നത്. കണ്ടോ, പൊളിയല്ലേ? എന്താ വിഷ്വല്. കുറച്ചുകൂടി മഴയും സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിലല്ലോ പൊളിയായത്. അല്ലെങ്കിൽ രാവിലെ പുലർച്ചെ ഒരു 6 മണി 7 മണി സമയത്തൊക്കെ വന്നിരുന്നെങ്കിൽ ഇപ്പം അടിപൊളി വിഷ്വൽസ് കിട്ടിയത്. ഇതും കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പം മുടക്കായതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം.
മോ വിഷു നോക്കിയ അടിപൊളി കറക്റ്റ് ടൈമിൽ നമ്മൾ വന്നത് കേട്ടാ. നോക്ക് ഉത്രാളിക്കാവ് അമ്പലം, നേരത്തെ പറഞ്ഞ റെയിൽപാളം, അതിൻ്റെ ബാക്കിൽ കൂടെ ഏത് വണ്ടിയാണ് പോകുന്നത്? വന്ദേ ഭാരത്. അടിപൊളി. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള പ്രശസ്തമായൊരു കാളി ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സ്റ്റേറ്റ് ഹൈവേയിലെ അകമല എന്ന് പറഞ്ഞൊരു കുന്നും പ്രദേശമുണ്ട്. അതിന്റെ താഴ്വരയിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിസ്താരത്തിൽ വളരെ ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും വിശാലമായ പാടശേഖരങ്ങൾക്ക് നടുക്കിലായിട്ടാണ് ഒരു ആൽമരത്തിന്റെ ചുവട്ടിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു അമ്പലം പ്രശസ്തി നേടിയത് ഇവിടുത്തെ ഉത്സവത്തിന്റെയും പിന്നെ വെടിക്കെട്ടിന്റെയും പേരിലാണ്. ഉത്സവ സമയത്ത് ഈ ഒരു പാടത്ത് ഒരു വലിയ രീതിയിൽ, അതായത് 3 ദേശക്കാര് അടങ്ങുന്ന ജനങ്ങള് ഒരു വെടിക്കെട്ട് നടത്തുന്നുണ്ട്. ആ വെടിക്കെട്ടിനാണ് ഈ ക്ഷേത്രം കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ചുറ്റുപാടും കുന്നുകളായതുകൊണ്ട് ഇവിടെ വെടിക്കെട്ട് നടത്തുമ്പം നല്ല സൗണ്ട് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിക്കെട്ട് കാണാനായിട്ട് ദൂരദേശത്തുനിന്ന് പോലും ആൾക്കാർ വന്ന് കൂടാറുണ്ട്. നമ്മളിപ്പോൾ ആ പാടത്തിൻ്റെ നടുക്കിലായിട്ട് വന്നിട്ട് കേട്ടോ. അതായത് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ ചുറ്റോറുള്ള പാടം ഉണ്ടല്ലോ, ആ പാടത്തിൻ്റെ നടുക്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടോ. ഇവിടെ നിന്നുള്ള വിഷ്വൽസ് നോക്കൂ. നമുക്ക് ഈ വരമ്പത്തിൽ കൂടെ അങ്ങോട്ട് പോകാനൊക്കെ പറ്റും കണ്ടോ. അതാണ് അമ്പലം. അപ്പം ഈ പാടത്തിൻ്റെ നടുക്ക് നമ്മൾ വന്നിരിക്കുക. എന്ത് ബ്യൂട്ടിയാണല്ലേ, നോക്ക് അടിപൊളി. ഇതിപ്പം ഞാറ് നട്ടിട്ടേ ഉള്ളൂ പാടത്ത് കണ്ടോ, ഞാറ് നട്ടിട്ടേ ഉള്ളൂ. ഇത് ഫുള്ള് പാടം വിളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലുക്കായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. പൊളിയല്ലേ. അത് നമ്മൾ വന്ന റോഡ് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ വഴി നടന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നത്. എന്നിട്ട് ഈ സൈഡിൽ കൂടെയുള്ള വരമ്പത്തിൽ കൂടെ നമ്മൾ ഈ പാളത്തെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഉത്രാളിക്കാവ് അമ്പലത്തിൽ വരുന്നത്. കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം നമ്മളങ്ങനെ ഉത്രാളിക്കാവ് എത്തിയിരിക്കുകയാണ്. ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ചുറ്റോറുമുള്ള പാടത്ത് നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പൊളി വൈബ്, അടിപൊളി. ഇവിടെ നമുക്കൊരു ഈവനിങ്ങോ അല്ലെങ്കിൽ രാവിലെ പുലർച്ചെ ആ ഒരു സമയത്തൊക്കെ വരണം, എന്നാലേ കാര്യമുള്ളൂ എന്നല്ല, എന്നാലേ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് ഭംഗിയില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആ സമയമാണ് പീക്ക് സമയം. പൊളിയായിരിക്കും കാണാനായിട്ട്. ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു അത്. അപ്പം ഇതാണ് ഉത്രാളിക്കാവ്. നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ തൽക്കാലം പുറത്തുനിന്നുള്ള വിഷ്വൽസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ മാക്സിമം പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതായത് മച്ചാട് മാമാങ്കം എന്ന് കേട്ടിട്ടുണ്ട്. മച്ചാട് മാമാങ്കം അതും ഇതുപോലെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പം നമുക്കിനി അത് പിടിക്കാൻ പറ്റുമോ നോക്കാം. ആക്ച്വലി തൃശ്ശൂർ പോകുന്ന വഴിക്കല്ല, അവിടെ നിന്നൊരു ഡീവിയേഷൻ എടുത്തിട്ട് വേണം ഈ അമ്പലത്തിലേക്ക് മാത്രമായിട്ട് പോകാനായിട്ട്. മച്ചാട് അമ്പലമുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ ആരാന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും പോയി നോക്കാം. ഓക്കെ, പഞ്ഞി നിൽക്കാൻ ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടെ പണ്ട് ആ ട്രെയിൻ പോകുന്നതുണ്ടോ, അതൊരു വളവുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഒരു വളവുണ്ട്. പണ്ട് ഇവിടെ എന്താ പറയുക, ഒരു വെടിക്കെട്ട് നടക്കുന്ന ടൈമിൽ ഈ പാടത്താണ് അവർ വെടിക്കെട്ട് നടത്തുക. പണ്ടൊരിക്കൽ ഇതുപോലെ വെടിക്കെട്ട് നടത്തുമ്പം രാത്രി സമയത്ത് ഈ ട്രെയിനിൻ്റെ പാളത്തിൽ ആൾക്കാർ കയറി നിന്ന് വെടിക്കെട്ട് കാണുമായിരുന്നു. അപ്പം ആ സമയത്ത് ട്രെയിൻ വരുന്നത് അറിഞ്ഞില്ല വെടിക്കെട്ടിൻ്റെ സമയത്ത്. അപ്പം ഈ പാടത്ത് നിന്നിരുന്ന ആൾക്കാർ അതിൻ്റെ മേലെ നിന്നിരുന്നു, പാളത്തിൽ നിന്നിരുന്നു. ഈ വെടിക്കെട്ടിൻ്റെ സമയത്ത് ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കാതെ അപകടത്തിൽപ്പെട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട് പണ്ട്. അപ്പം അത് കാരണം എപ്പോഴും ഈ ഒരു വളവെത്തുമ്പം ട്രെയിൻ സ്ലോ ആക്കും. ആൾക്കാർ പാളത്തിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാത്ത കാരണം കൊണ്ട് ലോക്കോ പൈലറ്റ് അവിടെ ആ ഒരു വളവെത്തുമ്പം വണ്ടി സ്ലോ ആക്കും, ആൾക്കാരെങ്ങനെ ഉണ്ടെങ്കിൽ അപകടം വരണ്ടെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പണ്ട് കേട്ടോ. അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെന്ന് തോന്നുന്നു നടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഉത്രാളിക്കാവ് അമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം മച്ചാട് എന്നുള്ള സ്ഥലത്തൊരു അമ്പലമുണ്ട്, മച്ചാട് മാമാങ്കം നടക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ വടക്കഞ്ചേരി മേൽപ്പാലത്തിൻ്റെ താഴെ കൂടെ, അതായത് റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ താഴെ കൂടെ നമ്മൾ ചെറിയ റോഡ് പോകുന്നുണ്ട്. ഇത് മറ്റേ NH പോലെയല്ല, കുറച്ചുകൂടി ചെറിയ റോഡാണ്. ആ റോഡിൽ കൂടെ വേണം നമ്മൾ വരാനായിട്ട്. മംഗലം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ്. ചെറിയ റോഡാണ്, അത്യാവശ്യം 2 വണ്ടികളൊക്കെ പോകുന്നുണ്ടോ. ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ വഴിക്കാണ് നമ്മൾ മച്ചാട് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. രാവിലെ 7:30 നമ്മൾ ഇറങ്ങിയത്.
രാവിലെ 7:30 ഇറങ്ങി. കുതിരാൻ കണ്ടു. കുതിരാൻ കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെയാണ് എളനാട് കയറി. എളനാട്ടിൽ നിന്ന് ചേലക്കരയിൽ നിന്ന് ഉത്രാളിക്കാവിൽ നിന്ന് നമ്മളിതാ വരുന്നു. ഏതാണ് മച്ചാട് മാമാങ്കം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്ക്. കുതിരയുടെ ഷേപ്പിൽ ഇങ്ങനെ വലിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തേര് പോലെ കൊണ്ട് നടക്കുന്ന ഒരു ഉത്സവം ഉണ്ടല്ലോ അവിടെ. ഞാനും അത് നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോസിലും പിന്നെ ടി വിയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ മച്ചാട് മാമാങ്കം നടക്കുന്ന ക്ഷേത്രമാണിത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മച്ചാട് മാമാങ്കം നടക്കുന്ന ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ. എനിക്ക് ഒന്ന് പണി നടക്കാൻ തോന്നുന്നല്ലേ ക്ഷേത്രത്തിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. അപ്പോൾ പണി ഇപ്പം ഒരു പുനരുദ്ധാരണം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം. നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഉത്സവത്തിന്റെ ഡീറ്റെയിൽസ് നമുക്കൊരു ചേട്ടൻ പറഞ്ഞുതരും. ചേട്ടൻ്റെ പേരെന്താ? റഷീദ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പം പരിചയപ്പെട്ടാ. ഓക്കെ, അപ്പോൾ ആ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമുക്ക് ചേട്ടൻ്റെ കേൾക്കാം വിശേഷങ്ങൾ. ഇവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ പറയെടുപ്പാണ് ഏറ്റവും പറയെടുക്കല് പറഞ്ഞാൽ വെള്ളിയാഴ്ച പറയെടുത്ത് കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ചയാണ് മാമാങ്കം. പിന്നെ ഇതുള്ള ഇവിടെ എല്ലാ ആളുകളും രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കും. ഈ പ്രദേശത്തിന്റെ വലിയ ഉത്സവമല്ലേ ഈ മച്ചാട് മാമാങ്കം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിന്റെ കാര്യം. എനിക്ക് ചേട്ടാ ഇതിലെ ഡൗട്ട് ഉള്ളത്, ഈ കുതിരയും ഈ ഉത്സവമായിട്ട് എന്താ ബന്ധം? ഈ കുതിര 8 കുതിരകളാണ് ഉണ്ടാവുക. 8 കുതിരകൾ. അതും ഈ വേറൊരു അമ്പലത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, ഇത് കുതിരകൾ മച്ചാട്, മണലിത്ര, കരുമത്ര, വിരുപ്പാക്ക, മംഗലം, പിന്നെ ദേശത്തിന്റെ ഒരു കുതിരയും, പിന്നെ ഒരു പാർലിക്കാട് ദേശം അവരെയുണ്ട്. ആ കുതിരകൾ കൊടുത്തിട്ടാണ് ഇവിടെ ആലില്ലേ, അവിടെ ആലുണ്ട്. ആ ആലിന്റെ ആ ഭാഗത്താണ് കൊണ്ടുപോയിട്ട്. അത് ശരി. ആ പാടത്തുകൂടെ ഈ ഉത്സവം നടക്കുന്ന സമയമാകുമ്പോൾ എല്ലാ കൃഷികളും ഒഴിവാക്കി മാമാങ്കത്തിന് വേണ്ടി സജ്ജാവും. അത് അവിടുന്ന് പാടത്തുകൂടെ ഇവിടുന്ന് പാടത്തുകൂടെയൊക്കെ കൊണ്ടുവരും. ഇത് വരുന്നത് ഫെബ്രുവരിയിലല്ലേ? ഏകദേശം ഫെബ്രുവരിയിലാണ് വരിക. കുംഭമാസത്തിലാണ് ഇത് മാമാങ്കം ഉണ്ടാവുക, പ്രത്യേകിച്ച് ഉണ്ടാവുക. ഇവിടെ അത് കഴിഞ്ഞാൽ ഊത്രാളിക്കാവ്, അത് കഴിഞ്ഞാൽ പിറ്റത്തെ ചൊവ്വാഴ്ച ഊത്രാളിക്കാവ്. അത് ഒരു ജ്യേഷ്ഠത്തെ അനിയത്തിയാണ്. അങ്ങനെയുണ്ട്. എനിക്കറിയില്ല. അങ്ങനെയാണ് ഇതിന്റെ ഞങ്ങളുടെ മെയിൻ പ്രതിഷ്ഠ ആരാണ്? തിരുവാനിക്കാവ് ഭഗവതി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെല്ലാവരും ഒരു ദൈവമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ സംഘം. ഈ മാമാങ്കം കാണുന്നതാണ് നമുക്ക് ഭയങ്കര പരിപാടി. 5 ദിവസം നല്ല പരിപാടിയാണ്. വെള്ളിയാഴ്ച മുതൽ പൂരത്തിൻ്റെ അന്ന് വരെ കലാപരിപാടികൾ ഉണ്ടാവും, നല്ല പരിപാടി ഉണ്ടാവും, നല്ലൊരു സംഗതി. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. എന്തോ ഒരു ചെറിയൊരു ഉത്സവം പോലെയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് നമ്മുടെ അമ്പലം. ഇതിപ്പോൾ ചെറിയൊരു പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അതാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അമ്പലം വരുന്നത്. കണ്ടോ? ഇപ്പം ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഉത്സവത്തിൻ്റെ സമയത്ത് ഇവർ ഇതുപോലെ പന്തലൊക്കെ കെട്ടി, ബാക്കി അമ്പലങ്ങളിൽ ആനേനെ എഴുന്നള്ളിക്കുന്ന പോലെ ഇവിടെ കുതിരകളെ ഇവർ ഉണ്ടാക്കും. മുളയും പിന്നെ വൈക്കോലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ കുതിരകളെ ഉണ്ടാക്കും. ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഫോട്ടോസും കൂടി ആഡ് ചെയ്ത് തരാം. അപ്പം ആ കുതിരകളെ നല്ല വെയിറ്റുള്ള കുതിരകളാണ്. അപ്പം അതിനെ കുറേ ആൾക്കാർ കൂടി പൊക്കി പിടിച്ച് ഇങ്ങനെ നമ്മുടെ പ്രദക്ഷിണം നടക്കുന്ന പോലെ നടത്തും. ഓക്കെ, അപ്പോൾ കുറേ ദേശക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെയൊക്കെ കുതിരകൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം അതിനൊക്കെ ഇവർ എന്താ പറയുക, ഈ ഉത്സവത്തിന് എഴുന്നള്ളിക്കും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി. അപ്പം നമ്മളിവിടെ നിന്ന് നീങ്ങുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ മച്ചാട് മാമാങ്കം നടക്കുന്ന ക്ഷേത്രം. ഇവിടെ നിന്ന് ഞാൻ അടുത്ത് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇവിടെ തൃശ്ശൂർക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. പക്ഷെ പോകുന്ന വഴി വട്ടായി എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾ ഉണ്ട്, വട്ടായി വാട്ടർഫോൾസ്. അത് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഈ സമയത്ത് വാട്ടർഫോൾ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. പക്ക ഗ്രാമമുണ്ട്. സൈഡിൽ പാടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്രയും നേരം. ഇപ്പോൾ അതാ ലെഫ്റ്റ് സൈഡിൽ റബ്ബർ തോട്ടമായിരിക്കും. അടിപൊളി റൂട്ട്. ഞാൻ തൃശ്ശൂരായിട്ടും ഈ വഴിയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അടിപൊളി. നമ്മുടെ ഈ ഒരു റൗണ്ട് ട്രിപ്പ് ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട്. എന്താ വിഷ്വൽസ് അല്ലേ, കിടിലൻ വിഷ്വൽസ് അല്ലേ. ഒരു മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചനെ. അടിപൊളി. കറക്റ്റ് ഒരു കാട് സെറ്റപ്പ് ഇട്ടാ. ഇങ്ങോട്ടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങോട്ടാ ആ വഴി പോകുന്നത്.
വീടൊക്കെ ഉണ്ട്. ഭാഗ്യം വീടാണോ പള്ളിയാണോ? ഒളിച്ച് മഴ വേണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ ഈ വഴി നമുക്ക് തൃശ്ശൂർ പോകാമെന്നാണ് പറയണേ ചേച്ചി ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയതാ. ചായയും പരിപ്പടയും കൊള്ളാം. ചായ കുടിച്ചിട്ട് ഇറങ്ങി. അടിപൊളി ഒരു പഴം ഉണ്ടായിരുന്നു കടയിൽ. പഴം ഒരെണ്ണം കയറ്റി, ഒരു സമോസ, ഒരു പരിപ്പ് വട, ഒരു ചായ, അതും കഴിച്ചുകൊണ്ട് ഇതാ നമ്മൾ വട്ടായി വാട്ടർഫോൾസ് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല വെയിലായിട്ടാ, ഉച്ചയാവാറായി. നോക്കാം അവിടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അത് ലാസ്റ്റ് സ്റ്റോപ്പായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക്. അതോടുകൂടി നമ്മുടെ ഈ റൗണ്ട് ട്രിപ്പ് അവസാനിക്കും. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്ത ഒരു സംതൃപ്തിയോട് കൂടി നമ്മളപ്പോൾ അവിടെ എത്തിയിട്ടാ. ഇത് അങ്ങനെ വലിയൊരു വാട്ടർഫോൾ അല്ല, ചെറിയൊരു സെറ്റപ്പാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാണ് വഴി. വേറൊരു വീടുണ്ട്. ആ വീട്ടിൽ എന്താ പറയുക, ഈ കടിയും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. കൊള്ളാം, നല്ല സെറ്റപ്പ് അല്ലേ. അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഞാൻ തൃശ്ശൂരുകാരനെ പറഞ്ഞിട്ട് എന്താ കാര്യം, നാണക്കേട്. ഈ ഭാഗത്തേക്കൊന്നും ഞാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേ. വട്ടായി വാട്ടർഫോൾസ്, തെക്കുംകര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണിത്. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻറ്റീരിയറാണ്. ഇവിടെയാണ് നമ്മുടെ വട്ടായി വാട്ടർഫോൾസ് വരുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. ഇന്ന് മുടക്കല്ലേ. ഇതാണ് നമ്മുടെ സ്ഥലം. എന്തോ അടിപൊളിയല്ലേ. നോക്ക്, അത് അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ. അതാണ്, അവിടെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അവിടേക്ക് പോവാം. നോക്ക്, മീനൊക്കെ പോകും. നോക്ക്, കൂടി ചെറിയൊരു കുളം പോലെയുണ്ട് അവിടെ. കണ്ടോ, ഇങ്ങനെ വെള്ളം വന്ന് ഇവിടെ പോകുന്നുണ്ട്. അയ്യോ, സെറ്റപ്പ് കൊള്ളാം, അടിപൊളി. അത്യാവശ്യം നല്ല സെറ്റപ്പാട്ടോ. ഫാമിലിക്ക് ആയിട്ട് വരാൻ പറ്റിയ സെറ്റപ്പാക്കണ്ട. അവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട്, വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ, കൊള്ളാം. വെള്ളത്തിൽ ഇറങ്ങിട്ടാ. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി, കൊള്ളാം അല്ലേ, അടിപൊളി. ഞാനിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു, ക്രോസ് ചെയ്ത് കടന്നു. ഇവിടെ നിന്നുള്ള വ്യൂ നോക്ക്, കോളി. ഇവിടേക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ, ആഴല്ല. അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകുന്നോറും അവിടേക്ക് നല്ല ആഴുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. എന്നിട്ട് കുളിക്കുന്നത് മീൻ കൊത്തണുണ്ടോ കാര്യം? കേട്ടാ, ഇതാണ് ഇപ്പോൾ സെറ്റപ്പ്. അപ്പം ആ വെള്ളച്ചാട്ടം എന്താ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് വന്ന് പിന്നെ ഇതാ ഈ വഴി അത് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പം ഇതാണ് വട്ടായി വാട്ടർഫോൾസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഓക്കെ, ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാം. രാവിലെ 7:30 ഇറങ്ങിയതാ. ആ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കണത്. വിശന്ന് തുടങ്ങി ചെറുതായിട്ട്, ഉച്ചയായില്ലേ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ പോവാം. ഇനിയുണ്ട് അടിപൊളിയായി. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഒരു കുഞ്ഞ് തൃശ്ശൂരുകാർക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ സ്ഥലം? ഈ സ്ഥലമല്ല, ഞാനിപ്പോൾ ഈ പോയ റൂട്ടില്ലേ, കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ മാപ്പ് അല്ലെങ്കിൽ
ഞാൻ വന്ന വഴികളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം ഇതിൽ. ഓക്കെ, അപ്പോൾ അത് നോക്കി വന്നാൽ മതി. തൃശ്ശൂരുകാർക്ക് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു യാത്രയായിരുന്നു ഇത്. അപ്പം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ആ യാത്ര നിങ്ങൾക്കും പോവാം, ഫാമിലി ആയിട്ടും പോവാം, കുഴപ്പമൊന്നുമില്ല. അടിപൊളി സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ അവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്നറിയാലോ. മണ്ണുത്തി വഴി നമ്മൾ കുതിരാനെത്തി, കുതിരാനിലെ അമ്പലം കണ്ടു. അവിടെ നേരെ ഇളനാട് പോയി. ഇളനാട് നമ്മൾ മറ്റേ ഫാക്ടറി കാണാൻ പറ്റിയില്ല, പക്ഷേ അവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു. പാല് കേടായാൽ 2 പാക്കറ്റ് പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു, കേടായെന്നറിയില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചേലക്കര പോയി. ചേലക്കരയിൽ നിന്ന് നമ്മൾ ഇവിടെ പോയാൽ ഉത്രാളിക്കാവ് അമ്പലം കണ്ടു, ട്രെയിൻ കണ്ടു, വന്ദേ ഭാരത് കണ്ടു. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് മച്ചാട് മാമാങ്കം നടക്കുന്ന മച്ചാട് ക്ഷേത്രത്തിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു, ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് വന്നു. ഓക്കെ, ഇതിൻ്റെ വരുന്ന വഴിക്കും അത്യാവശ്യം സീനിക്കായിട്ടുള്ള റൂട്ടാണ് കേട്ടോ. അപ്പം വരുന്നവർക്ക് ആ റൂട്ടും പിടിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇന്നലെ രാത്രി ഇരുന്ന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂട്ട് വെച്ചിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു റൗണ്ട് ട്രിപ്പായി. ഇനിയിപ്പോൾ നേരെ ഞാൻ തൃശ്ശൂർക്കാണ് പോകുന്നത്, പൊറോട്ടാനിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വ്ളോഗായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.